everyone, welcome to Race Education. അപ്പോൾ എല്ലാ +1 +2 മക്കളുടെയും എപ്പോഴും ഉള്ളൊരു കൺഫ്യൂഷനാണ് ഈ നീറ്റും അതേപോലെ തന്നെ ബോർഡ് എക്സാമും എങ്ങനെയാണ് ഒരുമിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റുക. അതായത് ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയിലൂടെ നീറ്റ് എക്സാമിനും ഇതെല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക. ഇത് ഒരുപാടില്ലേ പഠിക്കാനായിട്ട്, ബോർഡിനുള്ളതേ പഠിച്ചെത്തുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ നീറ്റിനും കൂടി പഠിക്കുക. ഇങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് പൊതുവെ ഉണ്ടായിരിക്കും. എസ്പെഷ്യലി നമ്മൾ 10th നിന്ന് 11th വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് സംശയങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ഈവൻ ചിലർക്കാണെങ്കിൽ ഇപ്പോൾ 12th എത്തിയാൽ പോലും ചിലർക്ക് തോന്നുന്നുണ്ടായിരിക്കും, ഇല്ല എനിക്കിപ്പോൾ ഈ ഒരു വർഷം ഞാൻ ട്രൈ ചെയ്തിട്ടും എനിക്കത് പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്കറിയാം ഒരുപാട് പേര് എന്താണ് ഈ പറയുന്ന ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്ത് പോവാറുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് അവർ ചെയ്യുന്നത്? അപ്പോൾ അവരുടെ ചില സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് അവർ ഓരോ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? യെസ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഞാൻ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന ഞാൻ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യുക. പതുക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ട്രാക്കിലേക്ക് എത്താം. ഓക്കെ. അപ്പോൾ ആ ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീറ്റിൻ്റെ കൂടെ തന്നെ ബോർഡിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നീറ്റ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. റെഡി? അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പവർ ഓഫ് സിനർജി. എന്താണ്? നമ്മുടെ NCERT ആണ് നമ്മുടെ കോമൺ ഫൗണ്ടേഷൻ അല്ലേ. NCERT എന്ന് പറയുന്നത് നിങ്ങൾ നീറ്റ് എടുത്താലും നിങ്ങൾ ബോർഡ് എക്സാം എടുത്താലും അവിടെ നിങ്ങളുടെ കോമൺ ആയിട്ടുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, NCERT തന്നെയാണ്. അപ്പം NCERT മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ. അത് ഏത് എക്സാമിന് എന്നുള്ള രീതിയിലല്ല, നിങ്ങൾ ആ NCERTയിൽ പറയുന്ന ലൈൻ ബൈ ലൈൻ ഓരോ കാര്യങ്ങളും വായിക്കുക, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു 90% ഭാഗം നിങ്ങൾ അതിൽ കവർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ അതിൽ ഓൾമോസ്റ്റ് ആ NCERT മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 90% നിങ്ങളുടെ വർക്ക് അവിടെ കഴിഞ്ഞു. അത് NCERT ഈ പറയുന്ന നീറ്റ് ആണെങ്കിലും അതെ, ബോർഡ് ആണെങ്കിലും അതെ, നിങ്ങൾ NCERT കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓരോ കാര്യങ്ങൾ NCERTയിൽ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. റെഡി? ഇനി രണ്ടാമത്തെ കാര്യം, സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ്. മക്കൾ എന്തൊരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്തും, ഇപ്പോൾ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണ്, അതല്ല ഇനി നീറ്റിനാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇതിനുള്ളൊരു ടൈം കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുന്നു. അപ്പോൾ ആ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ആ ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ബോർഡ് എക്സാമിനും പ്രിപ്പയർ ചെയ്യണം, അതേപോലെ തന്നെ ആ ടോപ്പിക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ബോർഡ് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, ഫോർ എക്സാമ്പിൾ നിങ്ങൾ വൈകിട്ട് വന്ന ശേഷം നിങ്ങൾ ഒരു കാര്യം പഠിക്കുകയാണ്. ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുന്നു. അപ്പോൾ ആ ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും പഠിച്ച് നിങ്ങൾ അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുന്നു, അല്ലെങ്കിൽ ഡെറിവേഷൻസ് പഠിക്കുന്നു. ഈ സംഭവങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്കൊരു ഒരു മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിനൊരു നീറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ആ ടോപ്പിക്കിന് ഒന്നും കൂടി നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് അതിൽ നിന്ന് വരുന്ന വൺ വേർഡ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നീറ്റിന് വേണ്ടിയിട്ടൊരു സമയം കൂടി നിങ്ങൾ മാറ്റി വെക്കാം. അതായത് പഠിച്ച ഒരു സാധനം നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ വേറെ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഒരു ടൈം നിങ്ങൾക്ക് രണ്ടെണ്ണത്തിനും കൊടുക്കാൻ സാധിക്കണം. ബോർഡിനും നീറ്റിനും കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേറെ ടെൻഷനൊന്നും അടിക്കാനില്ല. ഓക്കെ ആണല്ലോ. മറ്റൊരു കാര്യം, ഡിഫറിങ് അപ്രോച്ചസ്. ഉറപ്പായിട്ടും നമുക്ക് ബോർഡിന് പഠിക്കുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ ഒരു രീതിയിൽ പഠിച്ചാൽ മാത്രം നമുക്ക് നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നീറ്റ് നല്ലൊരു സ്കോർ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ബോർഡ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഹൗ എന്നുള്ളൊരു കാര്യത്തിലാണ്. ഓക്കെ. എങ്ങനെയാണ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോങ് ഡെറിവേഷൻസ് പഠിക്കുക, അല്ലെങ്കിൽ ഡെഫിനിഷൻസ് പഠിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും നിങ്ങൾ ബോർഡ് എക്സാംസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പോൾ നല്ല രീതിയിൽ ഒരു ആൻസർ എഴുതുന്ന സമയത്ത് ആൻസർ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, ഇപ്പം നിങ്ങൾക്കൊരു സംഭവം അറിയാം, മനസ്സിലറിയാം, പക്ഷെ അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നത് ഉറപ്പായിട്ടും വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, ഇപ്പോൾ ഡയഗ്രംസ് വളരെ നീറ്റായിട്ട് നിങ്ങൾ ഡയഗ്രംസ് വരയ്ക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെ ശ്രദ്ധിക്കണം? ഈ പറയുന്ന ബോർഡ് എക്സാമിന് ശ്രദ്ധിക്കണം. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ബോർഡിനെയാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഹൗ എന്നുള്ളതാണ് കൂടുതൽ നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് ഇത് ഞാൻ എങ്ങനെയാണ് എഴുതുക. അല്ലെങ്കിൽ നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ച ശേഷം ബുക്ക് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആ ഒരു സംഭവം നിങ്ങൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിൻ്റെ ആൻസർ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് എഴുതാനായിട്ട് സാധിച്ചോ എന്നുള്ളതും കൂടി നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു നീറ്റിലേക്ക് വരുമ്പോൾ കൂടുതലും വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ലോജിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അവിടെ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, വൈ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലോജിക്ക്, ഇപ്പം ഞാൻ പറഞ്ഞ കുറച്ചും കൂടി ലോജിക്കലായിട്ട് വേണം നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിനെ കാണാനായിട്ട്. അതേപോലെ തന്നെ ഇപ്പോൾ എലിമിനേഷൻ ടെക്നിക്സ് കൊണ്ടുവരിക. ഇപ്പോൾ ഒരു MCQ ചെയ്യുന്ന സമയത്ത്, ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഇതല്ല, അല്ലെങ്കിൽ ഇപ്പം 4 ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഒരെണ്ണം റൈറ്റ് ആൻസറായി കിട്ടി, സോ വൈ ബാക്കിയുള്ളത് റോങ് ആയി എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ എലിമിനേഷൻ ടെക്നിക്കുകൾ നിങ്ങൾ പഠിക്കുക, കുറച്ചും കൂടി ചെറിയ ട്രിക്സ് ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ അങ്ങ് ആ രീതിയിൽ കുഞ്ഞു ഷോർട്ട് കട്ട്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈം മാനേജ് ചെയ്യാം. ഒരു ഇത്ര ടൈം വിൻഡോൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ വേറെ രീതിയിലുള്ള അപ്രോച്ചാണ് നിങ്ങൾ 2 എക്സാമിനും കൊടുക്കേണ്ടത്. ബോർഡ് എക്സാമിന് കൊടുക്കുന്ന അതേപോലെ തന്നെ വെറുതെ നിങ്ങൾ ലോങ് ഡെഫിനിഷൻസ് മാത്രം പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് നീറ്റിൽ കാര്യമില്ല. കാരണം ആ ഡെഫിനിഷൻ എന്നുള്ളത് അത് ബേസാണ്. ഉറപ്പായിട്ടും ആ ഡെഫിനിഷൻ നിങ്ങൾ ബോർഡിന് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കോൺസെപ്ച്വൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ നീറ്റിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ രണ്ടും നിങ്ങൾ പഠിക്കണം. പക്ഷെ ബോർഡിന് പഠിക്കുന്ന രീതിയിൽ തന്നെ നീറ്റിൽ നിങ്ങൾക്ക് പഠിച്ചിട്ട് കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റിസോഴ്സ് അലോക്കേഷൻ. ഇപ്പോൾ ബോർഡ് എക്സാമിന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ബോർഡ് ആണെങ്കിലും നീറ്റ് ആണെങ്കിലും ഞാൻ ആദ്യമേ പറഞ്ഞു, ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് NCERT ക്വസ്റ്റ്യൻസ്, NCERTയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് NCERTയിൽ നമ്മൾ ചാപ്റ്റേഴ്സ് പഠിക്കണം, NCERTയിൽ കൊടുത്തിരിക്കുന്ന എക്സാംപ്ലേഴ്സ് അടക്കം നിങ്ങൾ നോക്കി എന്നുള്ളത് ഉറപ്പുവരുത്താം. ഓക്കെ, അതിനുശേഷം ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അതിപ്പോൾ ഏത് ബോർഡാണ്, CBSE ബോർഡ് ആണെങ്കിലും സ്റ്റേറ്റ് ബോർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിങ്ങൾ ധാരാളം സോൾവ് ചെയ്യുക, നല്ലോണം വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഏത് ഏരിയ ആണ് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നീറ്റിലേക്ക് വരുന്ന സമയത്ത് നീറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞൊരു 15 ഇയേഴ്സ് വരെയുള്ള, അല്ലെങ്കിൽ 15 ഇയേഴ്സിനുള്ളിലുള്ള PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ധാരാളം വർക്കൗട്ട് ചെയ്ത് നോക്കുക. കാരണം നീറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നമ്മുടെ സ്പീഡും നമ്മുടെ ആക്യുറസിയും ഒക്കെ കൂടും. അപ്പം നല്ലോണം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ PYQs നന്നായിട്ട് സോൾവ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അത്തരത്തിൽ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എത്ര ഫാസ്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കാരണം നീറ്റ് എന്ന് പറയുന്ന എക്സാം ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മാത്രം മനസ്സിലായതുകൊണ്ട് കാര്യമില്ല, ഉറപ്പായിട്ടും അത് വേണം. അതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ സ്പീഡ്, അതേപോലെ ആക്യുറസി എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ അത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് വരില്ല, അത് നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ മാത്രം വരുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്ഥിരമായിട്ട് ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകളും അതേപോലെ തന്നെ PYQ കാര്യങ്ങളും ഒക്കെ ചെയ്തു നോക്കുക. ഇനിയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കീ സക്സസ് പില്ലേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ഈ പറയുന്ന പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യം ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ബാക്ക്ലോഗ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെച്ച് ഇന്ന് വേണ്ട, ഇന്നിപ്പോൾ ഇത്തിരി നേരം പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നാളത്തേക്കാക്കാം. അപ്പോൾ നാളെ നമുക്ക് തോന്നും 2 ദിവസമല്ലേ മിസ്സായുള്ളൂ, കുഴപ്പമില്ല, 2 ദിവസം നമുക്ക് വീക്കെൻഡൊക്കെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യാം, മേക്കപ്പ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് 3-ാം ദിവസം ആകുമ്പോൾ 3 days എന്ന് പറയുമ്പോൾ 3 മണിക്കൂറൊക്കെ എനിക്ക് എന്തായാലും സൺഡേ കിട്ടും, അപ്പോൾ പഠിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ബാക്ക്ലോഗ് വെച്ച് കഴിയുമ്പോൾ അവസാനം നമുക്ക് വീക്കെൻഡ് ആകുമ്പോഴേക്കും മൊത്തത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇതിപ്പോൾ എവിടുന്ന് തുടങ്ങണം, എന്ത് പഠിക്കണം എന്നൊന്നും അറിയാത്തൊരവസ്ഥയായിട്ട് മാറും. അപ്പം നമുക്ക് ആ ഒരു എന്താ പറയുക, ഇങ്ങനെ ബാക്ക്ലോഗ് വെക്കുന്നത് സത്യം പറഞ്ഞാൽ അത്ര നല്ലതല്ല. അതിലും നല്ലത് എന്താണ്, നമ്മൾ കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു പോവുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ച് അങ്ങ് പോവുക. ഓക്കെ, നമുക്ക് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ ഓരോ ദിവസം എല്ലാ ദിവസവും ഇത്ര നേരം ഇരിക്കണം അല്ലെങ്കിൽ ഇത്ര നേരം കഷ്ടപ്പെട്ടിരിക്കണം എന്നുള്ളതല്ല. പക്ഷെ നിങ്ങൾക്ക് ഇന്ന് വേണ്ട എന്ന് തോന്നുന്ന ദിവസവും നിങ്ങൾക്ക് കുറച്ചെങ്കിലും പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും അതും നിങ്ങൾക്കൊരു പ്രോഗ്രസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ നിങ്ങൾ ഇപ്പോൾ ബോർഡ് എക്സാമിനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ചെറിയ ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സോ അതുമല്ല എന്നുണ്ടെങ്കിൽ
മൈൻഡ് മാപ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നീറ്റിനും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കാര്യം അല്ലെങ്കിൽ ഈ പറയുന്ന പഠിത്തം മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതെന്തായാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിർത്താനായിട്ട് പാടില്ല. നമുക്ക് ഇനീഷ്യലി ബുദ്ധിമുട്ടുണ്ടാവും, ഉറപ്പായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അയ്യോ അത് പഠിക്കേണ്ട ഇത് പഠിക്കേണ്ട ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ അത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും. നമുക്ക് എന്തൊരു സാധനവും പുതിയതായിട്ട് നമ്മളൊരു ഹാബിറ്റ് തുടങ്ങുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് അതിൻ്റെ അതിനോട് പൊരുത്തപ്പെടാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ വരും. ചിലപ്പോൾ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞു തന്നാൽ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇതൊക്കെ ഞാൻ ചെയ്യും, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഇതായിട്ട് പഠിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ആദ്യത്തെ ഒരു 4-5 ദിവസം നിങ്ങൾ ഭയങ്കര നന്നായിട്ട് ചെയ്യും. അത് കഴിഞ്ഞ് 6-ാം ദിവസം ആകുമ്പോഴേക്കും വീണ്ടും പഴയ പോലെ തന്നെയാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാനും പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, 6 ദിവസം നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ 7-ാം ദിവസം നിങ്ങൾക്ക് മടി തോന്നുകയാണെങ്കിലും ഇല്ല എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾ കുറച്ചെങ്കിലും അതിലൊരു എഫേർട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും എന്തിനു വേണ്ടി പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക. കാരണം നമ്മുടെ ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് ഫോക്കസ് ചെയ്യാനും കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നന്നായി ഫുഡ് കഴിച്ചില്ല, വെള്ളം കുടിച്ചിട്ടില്ല, ഇപ്പോൾ ചിലപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ ഭയങ്കര എന്താ പറയുക ദാഹിക്കുന്നൊന്നും ഉണ്ടായിരിക്കില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ ബോഡിക്ക് വെള്ളം ആവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ വെള്ളമൊക്കെ കുടിക്കണം. ഇത്ര ലിറ്റേഴ്സ് ഓഫ് വാട്ടർ 3 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ നിങ്ങൾ എല്ലാ ദിവസവും കുടിക്കും എന്നുള്ള ഉറപ്പ് വരുത്തുക. അപ്പോൾ പഠിത്തവും ഇതൊക്കെ പോകുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഡയറ്റും ഈ കാര്യങ്ങളും കൃത്യമായിട്ട് കൊണ്ടുപോകണം. ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി കിടക്കുക എന്നുള്ളതല്ല, അങ്ങനെ വിചാരിക്കരുത്. കൃത്യമായിട്ട് സമയത്തിന് ഭക്ഷണം കഴിക്കുക, വേണ്ട രീതിയിൽ ഭക്ഷണം കഴിക്കുക. ചെറിയ രീതിയിലുള്ള ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് എടുക്കാനാണെങ്കിൽ ഇടയ്ക്കൊന്ന് നടക്കുക, എന്തെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ അതും കൂടി പറഞ്ഞത്. അപ്പോൾ നീറ്റും അതേപോലെ തന്നെ ബോർഡും ക്രാക്ക് ചെയ്യാൻ എന്തിനാണ് മിസ് വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും പറയുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തും ഉണ്ടാവുള്ളൂ, നമ്മുടെ മെൻ്റൽ ഹെൽത്തും പ്രോപ്പറായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇത് ചെറിയ ചെറിയ ടിപ്സാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഇനി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓൾസോ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.